അസ്യൂം നിങ്ങളൊരു കീമാൻ ഇൻഷുറൻസ് ആണ് എടുക്കുകയാണെങ്കിൽ സംതിങ് ഹാപ്പൻ ടു ദാറ്റ് ഇൻഡിവിജ്വൽ, അറ്റ്ലീസ്റ്റ് കമ്പനിക്ക് ആ എമൗണ്ട് കിട്ടും. അറ്റ്ലീസ്റ്റ് ടു സം എക്സ്റ്റെൻറ്റ് ഈ കമ്പനി കുറച്ചും കൂടി ഒരു 6 മാസം 3 മാസം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല 5 കോടി ബാങ്കിൽ വരുവാണെങ്കിൽ. ഇല്ലെങ്കിൽ ഈ ബാധ്യത മുഴുവനും പോകുന്ന എവിടത്തേക്കാണ്? ഫാമിലിയിലേക്കാണ്. കേരളത്തിൽ ഇത് എത്രത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് കമ്പനീസിലൊക്കെ? ഐ എം നോട്ട് ഷുവർ. എനിക്ക് അത്രയും കേരളത്തിൽ എത്രത്തോളം ആൾക്കാർ കീമാൻ ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ച് കേട്ടിട്ടും കൂടി എനിക്കറിയില്ല. ഞാൻ ഇന്നാളൊരു ഇവൻറ്റിന് വേണ്ടി സംസാരിച്ചപ്പം ആരും ഈ വിഷയം കേരളത്തിൽ സംസാരിക്കാറില്ല. ഈ കീം നമുക്കറിയുന്നതൊക്കെ ടേം ഇൻഷുറൻസ് ആണ്. നമുക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതാണ്, എനിക്ക് ഇൻഷുറൻസ് പോളിസി ഉണ്ട്. പക്ഷേ കമ്പനിക്ക് വേണ്ടി എത്ര ഇൻഷുറൻസ്, ഫോർ എക്സാമ്പിൾ ഞാൻ സിമ്പിളായിട്ട് പറയാം, നിങ്ങളുടെ കമ്പനിയിൽ വന്നിട്ട് ഫോർ എക്സാമ്പിൾ കുറേ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, കുറേ ലയബിലിറ്റി ഉണ്ട്, കുറേ ബാധ്യതകളുള്ള കമ്പനിയാണ്, നമുക്ക് അസറ്റും ഉണ്ട്. ഓക്കെ, അസ്യൂം നിങ്ങളൊരു കീമാൻ ഇൻഷുറൻസ് ആണ് എടുക്കുകയാണെങ്കിൽ സംതിങ് ഹാപ്പൻ ടു ദാറ്റ് ഇൻഡിവിജ്വൽ, അറ്റ്ലീസ്റ്റ് കമ്പനിക്ക് ആ എമൗണ്ട് കിട്ടും. സംതിങ് ഹാപ്പൻ ടു ദാറ്റ് ഇൻഡിവിജ്വൽ, ആ കമ്പനിക്ക് ഒരു എമൗണ്ട് കിട്ടും. ഓട്ടോമാറ്റിക്കലി ആ ബിസിനസ് കുറച്ച് കാലം കൂടിയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തിക്ക്, ഒരു ഓണർക്ക് വേണമെങ്കിൽ ഇന്ന് 1 crore വരെ അല്ലെങ്കിൽ 50 lakhs വരെ നമുക്കൊരു വർഷത്തിൽ ആനുവൽ ഇൻകം എടുക്കാൻ കഴിവുള്ള കമ്പനിയാണെങ്കിൽ, നമ്മൾ അങ്ങനത്തെ കമ്പനിയെ പറ്റിയാണ് സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു 50 lakhs ഒരു സാലറി എടുക്കുന്ന ഒരാളുടെ 10 times അല്ലെ 20 times നമുക്ക് വേണമെങ്കിൽ എഷ്യൂർ ചെയ്യാം. അപ്പം 50 lakhs എന്ന് പറയുമ്പോൾ 10 times എന്ന് പറഞ്ഞാൽ 5 കോടിയായി. തിങ്സ് ഹാപ്പൻ, 5 കോടി രൂപ കമ്പനിയിൽ വന്നു. അറ്റ്ലീസ്റ്റ് ടു സം എക്സ്റ്റെൻറ്റ് ഈ കമ്പനി കുറച്ചും കൂടി ഒരു 6 മാസം 3 മാസം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല 5 കോടി ബാങ്കിൽ വരുവാണെങ്കിൽ. ഇല്ലെങ്കിൽ ഈ ബാധ്യത മുഴുവനും പോകുന്ന എവിടത്തേക്കാണ്? ഫാമിലിയിലേക്കാണ് അല്ലേ. ഈ ഫാമിലിക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല എങ്ങനെ ഈ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേ എംപ്ലോയീസ് ഉണ്ടാവും, അവർക്ക് നമ്മൾ ശമ്പളം കൊടുക്കണം, കുറേ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും, അവരെ നമ്മൾ ഓണർ ചെയ്യണം, കുറേ EMI ഡ്യൂ ആയിരിക്കും, അതൊക്കെ പേ ചെയ്യണം. ഒരു 2 മാസത്തെ EMI 3 മാസത്തെ EMI ഡ്യൂ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്ലോക്കായി അല്ലേ, ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയി പോകും. അങ്ങനെ പല ചാലഞ്ചസും വരാൻ സാധ്യത. അതുകൊണ്ട് ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, റീസണബിൾ ഒരു ടേൺ ഓവറുള്ള ഒരു കമ്പനിയാണെങ്കിൽ നിങ്ങളുടെ ടേൺ ഓവറിൻ്റെ നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണോ ആ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എങ്കിലും മിനിമം റിക്വയർമെൻറ്റ് 2 months 3 months വർക്കിംഗ് ക്യാപിറ്റലിന് ഈക്വലറ്റ് ആയിട്ടുള്ള ഒരു കീമാൻ ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ നല്ലതാണ്.